നമസ്കാരം. KSRTCയുടെ ഏകദേശം 836ഓളം വണ്ടികൾ ഷെഡിൽ കിടക്കുകയാണെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. അതിൽ 80 വണ്ടി ഉടനെ തന്നെ പണിയെല്ലാം തീർത്ത് ഇറക്കും. 2001 മന്ത്രിയായിരുന്നപ്പോൾ കട്ടപ്പുറത്ത് 600 വണ്ടികൾ ഉണ്ടായിരുന്നു. ഈ 836 വണ്ടികളും സർവീസ് തുടങ്ങുന്നതോടെ കളക്ഷനും വർദ്ധിക്കും. KSRTC തിരുവനന്തപുരം ജില്ലയിലെ ഓർഡിനറി സർവീസുകളിൽ റൂട്ട് റാഷണലൈസേഷൻ നടപ്പിലാക്കി തുടങ്ങിയതിനെക്കുറിച്ചും മന്ത്രി അറിയിച്ചു. അടുത്തതായി കൊല്ലം ജില്ലയിലേക്ക് കടക്കും. പിന്നീട് എല്ലാ ജില്ലകളിലേക്കും റാഷണലൈസേഷൻ വരും. 2 ആഴ്ചയ്ക്കുള്ളിൽ എല്ലാ ജില്ലകളിലും ഇത് നടപ്പാക്കി കഴിഞ്ഞാൽ ഒരു ദിവസം 40 മുതൽ 50 ലക്ഷം വരെ ഡീസലിൽ ലാഭമുണ്ടാക്കാൻ കഴിയുമെന്ന് മന്ത്രി അറിയിച്ചു. അതേസമയം റൂട്ട് റാഷണലൈസേഷൻ നടപ്പിലാക്കിയതോടെ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ഒരു ദിവസം 3,29,831 രൂപ ലാഭിക്കുവാൻ കഴിഞ്ഞു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഡെഡ് കിലോമീറ്റർ ഒഴിവാക്കിയതിലൂടെ മാത്രം ഒരു ദിവസത്തെ ലാഭം 2,85,837 രൂപ 43 പൈസയാണ്. ഗതാഗത മന്ത്രിയായി KB ഗണേഷ് കുമാർ ചാർജ് എടുത്ത ശേഷം തിരുവനന്തപുരം ജില്ലയിലെ തിരുവനന്തപുരം സിറ്റി, തിരുവനന്തപുരം സെൻട്രൽ, നെയ്യാറ്റിൻകര, നെടുമങ്ങാട്, ആറ്റിങ്ങൽ എന്നീ 5 ക്ലസ്റ്ററുകളിലായുള്ള 20 യൂണിറ്റുകളിലെയും യൂണിറ്റ് ഓഫീസർമാരുമായും KSRTC മാനേജിംഗ് ഡയറക്ടർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓപ്പറേഷൻസ് എന്നിവരുമായി നടത്തിയ മീറ്റിംഗുകളിൽ ആണ് റൂട്ട് റാഷണലൈസേഷൻ നിർദ്ദേശം മുന്നോട്ട് വച്ചത്. ജീവനക്കാരുടെയും തൊഴിലാളി സംഘടനകളുടെയും സഹകരണത്തോടെയാണ് അതിവേഗം ഷെഡ്യൂളുകൾ പുനഃക്രമീകരിച്ച് റൂട്ട് റാഷണലൈസേഷൻ വിജയകരമായി നടപ്പിലാക്കുവാൻ സാധിച്ചത്. തിരുവനന്തപുരത്തെ 20 KSRTC ഡിപ്പോകളിൽ റൂട്ട് റാഷണലൈസേഷൻ്റെ ഭാഗമായി ഡെഡ് കിലോമീറ്റർ ഒഴിവാക്കി ഷെഡ്യൂൾ റീഅറേഞ്ച് ചെയ്ത് നേടാനായത് പ്രതീക്ഷിച്ചതിലും കൂടുതൽ നേട്ടമാണ്. ഒരു ദിവസത്തെ ലാഭം 2,85,837 രൂപ 43 പൈസ എന്നത് ഡെഡ് കിലോമീറ്റർ ഒഴിവാക്കിയതിനുള്ള ലാഭം മാത്രമാണ്. 10,998.4 കിലോമീറ്ററാണ് തിരുവനന്തപുരത്ത് മാത്രം ഡെഡ് കിലോമീറ്ററായി പരിശോധനയിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇത്രയും ഡെഡ് കിലോമീറ്റർ ഒഴിവാക്കുന്നതിലൂടെ 2,903.5 ലിറ്റർ ഡീസൽ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം KSRTCക്ക് ലാഭിക്കാൻ സാധിക്കുന്നു. അതുകൂടാതെ 1 കിലോമീറ്ററിന് 4 രൂപ സ്പെയർ പാർട്സിനായി ചെലവാകുന്നുണ്ട്. അതിലൂടെ 43,993 രൂപ ലാഭം കിട്ടും. ആകെ പ്രതിദിന ലാഭം 3,29,831 എന്നത് ഒരു മാസത്തേക്ക്, അതായത് 30 ദിവസം കണക്കാക്കിയാൽ 98,94,930 രൂപ ആണ്.